മലബാർ ബിരിയാണികൾക്ക് പ്രത്യേകിച്ചൊരു ഫാൻ ബേസ് ആണല്ലേ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. മസാലയിലേക്കുള്ള പകുതി ഉള്ളിയോളം നമ്മൾ ആദ്യം പൊരിച്ചെടുക്കണം. അതേസമയം നമുക്ക് മറ്റൊരു പാനിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. നെയ്യും ഓയിലും ഒരുമിച്ചൊഴിച്ച് നമുക്ക് സ്പൈസസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതേസമയം നമ്മുടെ പൊരിച്ചെടുക്കുന്ന ഉള്ളിയുടെ കാര്യം മറക്കല്ലേ. സോട്ട് ചെയ്ത സ്പൈസസിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നമ്മൾ പണ്ട് മുതലേ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ലീഫാണ്. പേരൊന്നും അറിയില്ലെങ്കിലും ഇത് ചേർക്കുമ്പോൾ കിട്ടുന്ന അരോമയും ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി വരുന്നുണ്ട്. നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയുടെ അതേ എണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മസാലക്കുള്ള ഉള്ളി സോട്ട് ചെയ്യുന്നത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ സമയം നമ്മുടെ നെയ്ച്ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാലകൾ ചേർക്കാം. കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ചേർത്ത മസാലകളെല്ലാം കൂട്ടി ഗ്രേവി നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. വഴന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിന് തൈര് കൂടി ചേർത്ത ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. നമ്മൾ പകുതി മാറ്റി പൊരിച്ചു വെച്ച ഉള്ളി മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ദമ്മിടാം. ദമ്മിടുമ്പോൾ ഓരോ ലെയറിലായിട്ടും ഗരം മസാല, ചപ്പ്, പുതിന, പൊരിച്ച ഉള്ളി എന്നിവ സ്പ്രിങ്കിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.